നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മക്കിറ്റയുടെ ഒരു ഹെവി ഡ്രില്ലിംഗ് മെഷീനാണ്. ഇത് പവർഫുൾ ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. 710 വാട്ട്സ് ഉള്ള ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. ഇത് നമുക്ക് വളരെയധികം ഉപകാരമുള്ളൊരു ഡ്രില്ലിംഗ് മെഷീനും കൂടിയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഹോള് ഇതൊക്കെ അടിക്കാനും പവർ കൂട്ടിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പവറുള്ള ഡ്രില്ല് വേണം. അപ്പം നല്ല പവറുള്ള ഡ്രില്ല് മേടിക്കുമ്പോൾ അതിൻ്റേതായ പ്രൈസിനും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഷീൻ വാങ്ങിയതിൻ്റെ കാര്യവും ഇതിൻ്റെ അൺബോക്സിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ പവർ, ഇതിൻ്റെ പ്രൈസ്, ഇതെല്ലാം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഡ്രില്ലിംഗ് മെഷീൻ. ഇത് മക്കിറ്റയുടെ HP1630 എന്ന് പറയുന്ന ഒരു മോഡലാണ്. 16 mm ചക്ക് സൈസ് ഉണ്ട്. ഇതൊരു ഹെവി ഡ്രില്ലാണ്. അപ്പോൾ നേരത്തെ ഇത് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയതായിരുന്നു. ഇത് വന്നപ്പോഴേ നമുക്കിത് ഇനി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അധികം സംഭവങ്ങളൊന്നുമില്ല. ഇതതിൻ്റെ മെഷീൻ്റെ ഇതാണ്, ഹാൻഡിലാണ്. ഇതാണ് മെഷീന്. പിന്നെ എൻ്റെ യൂസർ മാനുവൽ, പിന്നെ അതിൻ്റെ ഒരു ചാവി, ഇത്രയും സാധനമുള്ളൂ ഇതിനകത്ത്. അതിൻ്റെ മക്കിറ്റയുടെ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എഴുതിയിരിക്കുന്നൊരു യൂസർ മാനുവലാണ്. ഇതതിൻ്റെ ബില്ലാണ്, വാറണ്ടി കാർഡ്. അപ്പോൾ അതെല്ലാം കൊണ്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് ഡ്രില്ലിംഗ് മെഷീന്. ഇതതിൻ്റെ ഹാൻഡിലാണ്. ഇത് കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഡ്രില്ലിംഗ് മെഷീന്. ഇത് ഒറിജിനൽ തായ്വാൻ മെഷീനാണ്. ഇതുണ്ടോ, മെയ്ഡ് ഇൻ തായ്വാൻ, ഒറിജിനൽ തായ്വാൻ മെഷീൻ തന്നെയാണ്. ഇതിന് ഇച്ചിരി പ്രൈസ് കൂടുതലാണ്. നമുക്ക് ആമസോണിൽ ഇപ്പം കിട്ടുന്ന, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്നത് ചൈനയുടെ മോഡലാണ്. അപ്പോൾ ഞാനിത് തായ്വാൻ തന്നെ നോക്കി മേടിച്ചതാണ്. അപ്പോൾ ഇതിന് പ്രൈസ് കൂടുതലാണ്. നമ്മളിപ്പം വീഡിയോയ്ക്കകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ആമസോണിൻ്റെ ലിങ്കാണ്. ചൈനയുടെ മോഡലിൻ്റെ ഇത് കൊടുത്തേക്കാം. അതിനൊരു 6200 രൂപ പ്രൈസ് വരുന്നുണ്ട്. ഇതിന് 7200 100 അങ്ങാണ്ടൊരു പ്രൈസും വരുന്നുണ്ട്. അപ്പോൾ അത് അത്രയും വ്യത്യാസം വരുന്നുണ്ട് രണ്ടും മോഡൽ. ഇത് പല മാനുഫാക്ചറിങ് പലയിടത്ത് ചെയ്തെന്നേ ഉള്ളൂ. ചൈന, തായ്വാന്, ജപ്പാന്, UK, കാനഡ, അമേരിക്ക, അങ്ങനെയൊക്കെ പല രാജ്യങ്ങളിൽ ഇവർക്ക് കമ്പനിയുണ്ട്. അപ്പം ഓരോരുത്തടുത്ത് മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ചൈനയുടെ മോഡലിന് വിലക്കുറവാണ്, പ്രൈസ് കുറവാണ്. അപ്പോൾ ഇത് ഞാൻ തായ്വാൻ മേടിച്ചെന്ന് പറഞ്ഞാലും ഇതിൻ്റെ എന്തെങ്കിലും പാർട്സൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ശരിയാക്കാൻ പറ്റുള്ളൂ. നമുക്ക് കേരളത്തിലെ സർവീസ് സെൻറ്ററിലെ ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം ഇപ്പം ഒറിജിനൽ തായ്വാൻ തന്നെ പാർട്സ് കിട്ടണമെന്നില്ല, ചൈനയുടെ പാർട്സ് ആയിരിക്കും അന്നേരം വിടാൻ പറ്റുന്നത്. നമുക്ക് ആ ചൈനയുടെ മോഡലിൻ്റെ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അത് നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അത് ഞാൻ സർവീസിങ് എല്ലാം ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. പിന്നെ ഇതതിൻ്റെ ഹാൻഡിലാണ്, അതിൻ്റെ ഇവിടെ ഇടുന്ന ഹാൻഡിലാണ്. എന്നിട്ട് ടൈറ്റ് ചെയ്ത് മുറുക്കാൻ വേണ്ടി. ഇതാണ് ഇതിൻ്റെ ഹാമറിങ്ങിൻ്റെ ഓപ്ഷന്. ഇത് നോർമൽ രീതിയിലാണ് ഇപ്പം കിടക്കുന്നത്. ഇവിടെ ഒരു ബിറ്റിൻ്റെ ഇതുണ്ട്, ഇവിടെ ഹാമറിൻ്റെ ഉണ്ട്. ഇത് ഹാമർ, ഇതൊരു സാധാരണ ഡ്രില്ല. പിന്നെ ഇത് അതിൻ്റെ ആക്സിലേറ്റർ സ്വിച്ചാണ്. പതിയെ കൊടുക്കുമ്പോൾ പതിയെ ചക്ക് കറങ്ങിക്കോളും. പിന്നെ ഇത് റിവേഴ്സും ഇതുമുള്ള, ഫ്രണ്ടിലോട്ടും പുറകോട്ടും കറങ്ങുന്നത്. ഇനി ഇത് ഡ്രില്ലിംഗ് മെഷീൻ ഇങ്ങനെ ഓണാക്കിയിട്ട് ഈ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഇത്രയും സംഭവമുള്ളൂ. ഇത് 710 വാട്ട്സാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഞാൻ ഈ ഒരു പ്രൈസ് കൊടുത്താണ് വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ലിങ്കിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ആമസോണിലെ ചൈനയുടെ മോഡലാണ്. സെയിം സാധനം തന്നെ, മെഷീൻ തന്നെ. പവറോ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സെയിം മാനുഫാക്ചറിങ് ചൈന ആയിപ്പോയെന്നേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് 1000 രൂപയോളം കുറവുണ്ട് ആ മോഡലിന്. അപ്പോൾ ഈ ഒരു മോഡലിന് സ്റ്റോക്ക് വളരെ കുറവാണ് ആമസോണിൽ വന്നാൽ അന്നേരം വിറ്റ് പോകുന്നുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് പീസായിരുന്നു മേടിച്ചത്. ഞാൻ നോക്കിയിരുന്ന് മേടിച്ചതാണ് ഈ ഒരു പീസ്. അപ്പോൾ ഈ ഒരു ഡ്രില്ല് മേടിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ പവറാണ്. നമ്മൾ കുറഞ്ഞ മെഷീൻ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പവർ കുറവായിരിക്കും. നമ്മളിപ്പോൾ 710 വാട്ട്സിൻ്റെ മെഷീനാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് നല്ല പവർ ആവശ്യമുണ്ട്. വലിയ ഹോളുകളൊക്കെ കഴിക്കാനും വലിയ മെറ്റലിൻ്റെ വലിയ വസ്തുക്കളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മെഷീൻ വേണം, പവർ കൂടിയേ. ഇപ്പോൾ റേറ്റ് കുറഞ്ഞ മെഷീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചെറിയ ബിറ്റുകളൊക്കെ ഉപയോഗിച്ചുള്ള ഹോള് കഴിക്കാനും നമുക്ക് പറ്റുള്ളൂ. പവർ വേണം, അല്ലെങ്കിൽ ഡ്രില്ല് നിന്ന് പോകും, സ്റ്റക്കായി പോകും, ചൂടാകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് പവർ കൂടിയ ഇത്രയും വില കൊടുത്ത് നമ്മൾ മെഷീൻ മേടിച്ചത്. അതുപോലെ ആവശ്യമുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ പ്രൊഫഷണൽ വർക്കേഴ്സ് യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ 16 mm ആണ് ചക്ക് വരുന്നത്, അതിൻ്റെ സൈസ്. വലിയ ബിറ്റുകളൊക്കെ നമുക്ക് ഇതിലിടാവുന്ന രീതിയിലുള്ള കാണിച്ചു തരാം ബിറ്റ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ബിറ്റൊക്കെ ഇട്ടാണ് അടിക്കേണ്ടത്. ഇത് മെറ്റൽ കഴിക്കുന്നതാണ്. GI, SX, SSM, അലുമിനിയം ഒക്കെ കഴിക്കുന്ന ബിറ്റാണ്. അപ്പോൾ ഇത്രയും പവർ വേണം, എന്നാൽ മാത്രമേ നമുക്കിത് വെച്ച് ഹോളുകൾ കഴിക്കാൻ പറ്റുള്ളൂ, വലിയ ബിറ്റൊക്കെ ഉപയോഗിച്ച്. ഇത് 35 mm ബിറ്റാണിത്. അപ്പം അത് പിന്നെ ഇതും തടിയൊക്കെ കഴിക്കുന്ന ബിറ്റാണ് ഇത്. ഇപ്പോൾ ഇതിൻ്റെ പല സൈസുകളുണ്ട്. ഇതും 35 mm ആണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പവർ വേണം ഡ്രിൽ മെഷീന്. സാധാരണ 2500 രൂപ 3000 രൂപ അടുത്ത് നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഡ്രില്ലിന് പവർ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും വില കൂടി. ഇതല്ല, ഇതിലും പവർ കൂടിയ മെഷീനറീസ് ഉണ്ട്. പിന്നെ നമ്മളെ സാധാരണ ഇതുപോലെയുള്ള ബിറ്റുകളൊക്കെ ഇട്ട് തടിയ മെറ്റലൊക്കെ കഴിക്കുമ്പോഴും ചെറിയ മെഷീനാണ്, അതിൻ്റെ കറക്കം റൊട്ടേഷൻ കുറവായിരിക്കും. പവർ കൂടുതൽ വേണം, എന്നാലേ നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സംഭവം ഇതിൻ്റെ. ഞാനിത് ബിറ്റിട്ട് ഹോളടിച്ച് കാണിക്കാം നിങ്ങളെ, പവർ സൗണ്ടും ഒക്കെ കേൾപ്പിക്കാം. ഇതിൻ്റെ കെട്ടെല്ലാം അഴിച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചടിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു വെട്ടലുണ്ട് നിങ്ങളെ. ഈ ഒരു സ്വിച്ച് ഇതിൻ്റെ ഇതാണ്, റിവേഴ്സാണ്. ഇപ്പോൾ ഇങ്ങോട്ടാണ് ഇറങ്ങുന്നത്. ഉണ്ടോ? തിരിച്ചിട്ട് കഴിയുമ്പോൾ വലത്തോട്ട് കറങ്ങും. ഇതിൻ്റെ ഹാമർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു അലുമിനിയത്തിൻ്റെ പീസാണ്. എന്തായാലും ഒന്ന് നമുക്ക് ഹോളിട്ട് നോക്കാം. ഹാമറിലാണ്. ഉണ്ടോ? ഇഷ്ടം പോലെ ഹോളിടാം. തടിയാണേലും ഇതാണ് സംഭവം. ഇതതിൻ്റെ ചാവി വെക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറ്റി വെച്ചാൽ പോകാതിരുന്നോളും. അതുപോലെ തന്നെ ഇതിന് ഇങ്ങനെ പല ഇതിൽ തിരിച്ചിടാം. ഇവിടെ ഇത് ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തും ഇത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചിടാം. അതുപോലെ തന്നെ ഇങ്ങനെ മാറ്റിയിടാം, ഇങ്ങനെ ഇടാം. ഇതിങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുകയില്ല. ഇങ്ങനെ ഇടാം. ഏത് ആംഗിൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇതിവിടെ മുറുക്കി കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ ഇത് ടൈറ്റ് ആയിക്കോളും. ഇതൊക്കെ മെറ്റലാണ് കേട്ടോ.
ഈ സാധനമൊക്കെ മെറ്റലാണ്. ഇതെല്ലാം ഇത് പ്ലാസ്റ്റിക്കാണ്. ഇവിടെ എല്ലാം ഇത് മെറ്റലാണ്, ഇത് മെറ്റലാണ്, ഇതെല്ലാം പ്ലാസ്റ്റിക്കുകളാണ്. നല്ല ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് കയറി മേടിക്കാം. അപ്പോൾ ഞാൻ മേടിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇത് തായ്വാൻ മോഡലാണ്. ചൈനീസ് മോഡലായിരിക്കും നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് കിട്ടുന്നത്. ഒറിജിനൽ തായ്വാൻ വേണമെന്നുണ്ടെങ്കിൽ അത് മക്കിറ്റായുടെ തന്നെ സൈറ്റുണ്ട്, അവിടെ കയറി നിങ്ങൾക്ക് വാങ്ങിക്കാം. ഏത് രാജ്യത്തിൻ്റെ വേണമെങ്കിലും. അവർ മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യങ്ങളുടെ എല്ലാം ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൈസ് അനുസരിച്ച് വ്യത്യാസം വരും. ഏറ്റവും പ്രൈസ് കുറവ് ചൈനയുടെ മോഡലാണ്. നിങ്ങൾ ഏത് മോഡൽ മേടിച്ചാലും ഇന്ത്യയിൽ അത് സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാഴ്സ് ചൈനയുടെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലൊക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി എഴുതി അറിയിച്ചാൽ മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും വേറൊരു വീഡിയോ ചെയ്യാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം സാധനം വന്നപ്പം നമ്മൾ പെട്ടെന്നൊരു അൺബോക്സിങ്ങും കുറച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം പലരും കമൻറ്റായിട്ട് വന്നേക്കാം, ഈ മെഷീന് എത്രയും വില കൊടുത്ത് മെഷീൻ മേടിക്കേണ്ട കാര്യമുണ്ടോ, ഇതിൻ്റെ പകുതി പൈസയ്ക്ക് വേറെ മെഷീനറീസ് കിട്ടുകയല്ലേ എന്നൊക്കെ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ബ്രാൻഡഡ് സാധനം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മെഷീനറി വാങ്ങണമെങ്കിൽ നല്ല പ്രൈസ് ആവും. നമുക്കൊരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കറിയാം, ക്വാളിറ്റി ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അതിൻ്റെ നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണെങ്കിൽ അത് കൂടുതൽ നാൾ ഈട് നിൽക്കത്തുള്ളൂ. ചൈനയുടെ മെഷീനറീസൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 കൊല്ലോ മാക്സിമം പോയാൽ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അത് പോകും. നല്ല ക്വാളിറ്റി ഉള്ളൊരു മെഷീൻ മേടിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ നാൾ നിൽക്കും. അതുപോലെ അതിൻ്റെ പാഴ്സിൻ്റെ ലഭ്യതയും, നമുക്ക് എന്ത് പാഴ്സ് വേണമെങ്കിലും കിട്ടും, സർവീസിങ് കിട്ടും. ഇച്ചിരി പ്രൈസ് കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ ആണെങ്കിലും ഇതുപോലെ തന്നെ ഒരു ബ്രഷ് കട്ടറിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അത് സ്റ്റില്ലെന്ന് പറയുന്ന കമ്പനിയുടെ ബ്രഷ് കട്ടറായിരുന്നു. നല്ല പ്രൈസായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി പൈസയ്ക്ക് വേറെ മെഷീനറീസ് കിട്ടുമായിരുന്നു ചൈനയുടെ. ഒത്തിരി പേര് അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്തായിരുന്നു, ഇത്രയും രൂപ കൊടുത്താൽ മെഷീൻ മേടിക്കേണ്ട കാര്യമുണ്ടോ, അത്രയും രൂപയുടെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി, സ്റ്റില്ലെന്ന് പറയുന്ന പിന്നെ ഒരു കമ്പനിയുടെ ബ്രാൻഡിൻ്റെ വാല്യൂ, ആ ഒരു കാര്യം, പിന്നെ സർവീസിങ്, അതൊക്കെ നോക്കിയാണ് നമ്മൾ ക്വാളിറ്റി ഉള്ളൊരു മെഷീൻ വാങ്ങിച്ചത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു മെഷീൻ മേടിച്ചത്. മക്കിത്ത, അതുപോലെ തന്നെ ഹൈക്കോക്കി, ഡിവാൾട്ട്, ഇങ്ങനെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സിനും വില കൂടുതലായിരിക്കും, സർവീസിങ്ങിനും പ്രൈസ് ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പവർ കൂടിയ നല്ല ക്വാളിറ്റിയുള്ള മെഷീനറീസ് കൂടുതൽ നാൾ ഈട് നിൽക്കുന്നതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങിച്ചാലേ കാര്യമുള്ളൂ. ലോക്കലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഉപയോഗിക്കാമെന്നല്ലാതെ അപ്പോഴത്തെ കാര്യം നടക്കും, പിന്നീടത്തേന് അത് പറ്റത്തില്ല. നിങ്ങളൊരു വീട്ടിലാണേലും വീട്ടിലെ പേർക്ക് ഒരാവശ്യം മേടിക്കുകയാണെങ്കിലും ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു മെഷീനറി വാങ്ങിച്ചു വെക്കുക. പിന്നെ ഇതിപ്പോൾ നമ്മൾ കറണ്ടേ കുത്തുന്ന മെഷീനാണ് പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ ബാറ്ററി മോഡലുകളുണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലുള്ള, നമ്മൾ നേരത്തെ ആണെങ്കിലും ടോട്ടലിൻ്റെ ബാറ്ററി കോർഡ്ലെസ് ഡ്രില്ല് പരിചയപ്പെടുത്തിയായിരുന്നു. അതൊക്കെ നല്ലൊരു വീഡിയോ ആയിരുന്നു. ഒത്തിരി പേര് കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇതിൻ്റെ കോർഡ്ലെസ് ഉണ്ട്, പക്ഷേ നമുക്ക് ഇന്ന് ഇത് കോർഡ്ലെസ്സിൻ്റെ ആവശ്യമില്ലായിരുന്നു. വലിയ പിന്നെ ഹാർഡായിട്ടുള്ള മെറ്റലുകളൊക്കെ കഴിക്കാനുള്ള ഡ്രില്ലായിരുന്നു വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ വാങ്ങിയത്. അപ്പം ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു ഡ്രില്ലിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.